അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം സൂറത്തു ശർഹ് നാലാമത്തെ സൂക്തം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വറഫഅന ലക ദിക്റക്, താങ്കളുടെ കീർത്തി താങ്കൾക്ക് നാം ഉയർത്തി തന്നു. വറഫഅന, നാം ഉയർത്തി തന്നു, ലക താങ്കൾക്ക്, ദിക്റക് താങ്കളുടെ കീർത്തി. അല്ലാഹുവിന്റെ റസൂലിന് അല്ലാഹു നൽകിയ മൂന്നാമത്തെ അനുഗ്രഹമാണ് ഈ സൂക്തത്തിൽ അള്ളാഹു പറയുന്നത്. താങ്കളുടെ കീർത്തിയെ, യശസ്സിനെ, സൽപ്പേരിനെ നാം വർദ്ധിപ്പിച്ചില്ലേ എന്ന്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരസ്യമായി ഇസ്ലാമിക പ്രബോധനം തുടങ്ങിയ സാഹചര്യത്തിൽ അദ്ദേഹത്തെ കേൾക്കാനും അദ്ദേഹത്തിന്റെ സന്ദേശത്തിലേക്ക് ആളുകൾ അടുക്കുന്നത് ഒഴിവാക്കാനും വേണ്ടി ശത്രുക്കൾ ചെയ്ത ഒരു വഴിയായിരുന്നു ഹജ്ജിന് പല ഭാഗത്തു നിന്നും എത്തുന്ന ആളുകളോട് റസൂലിനെ കുറിച്ച് മോശമായി പറഞ്ഞു പ്രചരിപ്പിക്കൽ. അവർ പറഞ്ഞു, ഈയിടെ മക്കയിൽ മുഹമ്മദ് എന്ന് പേരുള്ള ഒരു വ്യക്തിയുണ്ട്. കുടുംബങ്ങളെ തമ്മിൽ തെറ്റിക്കുന്ന, മാതാപിതാക്കളെ അകറ്റിക്കളയുന്ന, പാരമ്പര്യത്തിനെതിരെ വാദിക്കുന്ന അപകടകാരിയാണ് ആ മനുഷ്യൻ. അതുകൊണ്ട് ആ മനുഷ്യനെ കേൾക്കാനോ ആ മനുഷ്യനുമായി ചങ്ങാത്തം കൂടാനോ ആരും പോകരുത്. അറേബ്യയുടെ വിദൂര ദിക്കുകളിൽ നിന്നും എത്തുന്നവർ പോലും ആദ്യമായി റസൂലിന്റെ പേര് കേട്ടിരുന്നത് ഈ ശത്രുക്കളിലൂടെയായിരുന്നു. അങ്ങനെ കേട്ട ചില ആളുകൾ, എങ്കിൽ ആരാണി അപകടകാരി, ഈ പറയപ്പെടും വിധമുള്ള എന്ത് പ്രശ്നമാണ് ആ മനുഷ്യനുള്ളത് എന്ന് ചിലരെങ്കിലും സ്വാഭാവികമായും അന്വേഷിച്ചു. ആ അന്വേഷണം പ്രവാചകന്റെ മനോഹരമായ വ്യക്തിത്വത്തിലേക്കും അദ്ദേഹത്തിന്റെ സന്ദേശത്തിന്റെ മാസ്മരികതയിലേക്കും അത്തരം ആളുകളെ എത്തിക്കുകയാണ് ഉണ്ടായത്. പ്രവാചകനെ മോശമാക്കണം എന്ന് വിചാരിച്ച് അവർ നടത്തിയ ഈ പ്രവർത്തനം രണ്ടർത്ഥത്തിൽ അവർക്ക് തിരിച്ചടിയാവുകയാണ് ഉണ്ടായത്. ഒന്ന്, പ്രവാചകന്റെ പേര് കേൾക്കാത്ത ഒരിടവും അറേബ്യയിൽ എവിടെയും ഇല്ല എന്നായി. അതിനു കാരണം ഈ ശത്രുക്കൾ തന്നെയായിരുന്നു. രണ്ടാമത്, തങ്ങൾ കേട്ടറിഞ്ഞ ഈ വ്യക്തിയെ കുറിച്ച് നേരിട്ട് അനുഭവിച്ചറിയണം എന്നു കരുതി വന്ന ആളുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അപകടകാരിയല്ല എന്നും ഏറ്റവും നല്ല വ്യക്തിത്വമുള്ള സമ്പൂർണ്ണ മനുഷ്യനാണെന്നും തിരിച്ചറിയുകയും അദ്ദേഹത്തെ ഏറെ ഇഷ്ടപ്പെടുകയും ചെയ്തു. അങ്ങനെ പ്രവാചകന് ദുഷ്കീർത്തി ഉണ്ടാക്കാൻ ഉദ്ദേശിച്ച് അവർ നടത്തിയ കുതന്ത്രം അവർക്ക് തന്നെ വലിയ അളവിൽ തിരിച്ചടിയായി പ്രവാചകന് സൽകീർത്തി ഉണ്ടാവുകയാണ് സംഭവിച്ചത്. പിന്നീട് അള്ളാഹുവിന്റെ റസൂലിന്റെ പേരും പെരുമയും നാൾക്കുനാൾ വർദ്ധിച്ചു. അദ്ദേഹത്തെ കുറിച്ച് അറിയാത്ത ആരുമില്ല എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി. എത്രത്തോളം എന്നാൽ അറേബ്യയിലെ എല്ലാ ഗോത്രങ്ങളിലും ഒരു കുടുംബമോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോ അള്ളാഹുവിന്റെ പ്രവാചകനെ പിന്തുടരാൻ ഉണ്ടായി. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പൂർവ്വവേദങ്ങളിലും ധാരാളം പരാമർശങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ കീർത്തി അദ്ദേഹം ജനിക്കും മുമ്പ് തന്നെ അതത് വേദഗ്രന്ഥങ്ങളെ ഉൾക്കൊള്ളുന്ന ആളുകളിലേക്ക് എത്തിയിരുന്നു എന്നർത്ഥം. അതിനും പുറമെ ഇന്ന് ലോകത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ പേര് ഉയർന്നു കേൾക്കാത്ത ഒരു നിമിഷമോ സമയമോ ഇല്ലാത്ത വിധം ലോകത്തിന്റെ മുക്കുമൂലകളിൽ സത്യസാക്ഷ്യ പ്രഖ്യാപന വാക്യമായി, ബാങ്കിലെ വചനങ്ങളായി, നമസ്കാരത്തിലെ പ്രാർത്ഥനകളായി അങ്ങനെ മുഴങ്ങിക്കൊണ്ടേയിരിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ 50-ലേറെ സ്ഥലങ്ങളിൽ അള്ളാഹു റസൂൽ, അള്ളാഹുവിനെ റസൂലിനെയും ചേർത്ത് പരാമർശിച്ചതായി കാണാൻ കഴിയും. അങ്ങനെ ലോകാവസാനം വരെ നിലനിൽക്കുന്ന വിശുദ്ധ ഗ്രന്ഥത്തിൽ അള്ളാഹുവോട് ചേർത്ത് പറഞ്ഞ് അള്ളാഹുവിന്റെ പ്രവാചകന്റെ കീർത്തിയെ ഉയർത്തി. വിശ്വാസികൾ 5 നേരം കൃത്യമായി നിർവഹിക്കുന്ന നമസ്കാരങ്ങളിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേര് സ്മരിക്കപ്പെടുന്നു. എല്ലാ വെള്ളിയാഴ്ചകളിലും അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേര് സ്മരിക്കപ്പെടുന്നു. വിശ്വാസികളുടെ ആഘോഷവേളകളായ 2 പെരുന്നാളുകളിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേര് സ്മരിക്കപ്പെടുന്നു. വർഷത്തിലെ മുഴുവൻ ദിവസങ്ങളും മുഴുവൻ സമയവും ലോകത്തിന്റെ ഒരിടത്തല്ലെങ്കിൽ മറ്റൊരിടത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ പേര് ഉയർന്നു കേൾക്കും വിധം അള്ളാഹു അദ്ദേഹത്തിന്റെ കീർത്തിയെ ഉയർത്തി. അതിനെക്കുറിച്ചാണ് വറഫഅനാ ലക ദിക്റക്, താങ്കളുടെ കീർത്തിയെ നാം ഉയർത്തിയിരിക്കുന്നു എന്ന് ഈ സൂക്തത്തിൽ അള്ളാഹു പറയുന്നത്. മക്കയിൽ അള്ളാഹുവിന്റെ റസൂലും സഹാബയ്ക്ക് കിറാമും ഏറെ പ്രയാസങ്ങൾ അനുഭവിച്ച സാഹചര്യത്തിലാണ് താങ്കളുടെ കീർത്തിയെ നാം ഉയർത്തിയിരിക്കുന്നു എന്ന ഈ പ്രവചനം അള്ളാഹു നടത്തുന്നത്. അന്ന് അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേരും കീർത്തിയും ഇത്രത്തോളം ഉണ്ടായിരുന്നില്ല എന്നല്ല, അദ്ദേഹത്തിന്റെ അനുയായികളും തുലോം പരിമിതമായിരുന്നു. അത്തരമൊരു ചരിത്രഘട്ടത്തിലാണ് താങ്കളുടെ കീർത്തിയെ നാം ഉയർത്തിയെന്ന് അള്ളാഹു ഇവിടെ സുവാർത്ത നൽകുന്നത്. അത്ഭുതകരമാം വിധം അത് സാക്ഷാത്കരിക്കപ്പെടുകയും ചെയ്തു എന്നതിന് ചരിത്രം സാക്ഷി, കാലം സാക്ഷി. ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ 2 അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചുച്ചരിക്കുക. ഐൻ
ورفعنا لك ذكرك അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.